കമ്മ്യൂണിക്കേഷൻ വർക്ക് ഫ്ലോ ഇൻ പേഷ്യന്റ് കെയർ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒന്ന് നമ്മുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നത്, അതിന്റെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ്, അതിൽ ആരൊക്കെയാണ് റെസ്പോൺസിബിൾ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ വർക്ക് ഫ്ലോ പേഷ്യന്റ് കെയർ ഇൻ ഔട്ട് പേഷ്യന്റ്. ഒ പിയിൽ വരുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം. ഒ പിയിൽ ഒരു പേഷ്യന്റ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അതിന് ആരാണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്, അടുത്തത് എങ്ങോട്ടാണ് പോകേണ്ടത്, അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഡയറക്ഷൻ എന്താണ്, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും. എങ്കിലും ഒന്നുകൂടി ക്ലിയാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഔട്ട് പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ആദ്യം നോക്കുക. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 ഡോക്ടർ കൺസൾട്ടേഷൻ. ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. മേ ബി എമർജൻസി ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഒ പിയിലേക്ക് വരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡോക്ടേഴ്സ് ഓർഡർ. ആ ഡോക്ടർ ഒന്നുകിൽ ലാബിലേക്കോ അല്ലെങ്കിൽ സ്കാനിങ്ങിലേക്കോ റേഡിയോളജിയിലേക്കോ ഫാർമസിയിലേക്കോ പ്രിസ്ക്രിപ്ഷൻ അയക്കാം. 3 ഓർഡർ എക്സിക്യൂഷൻ. എന്താണ് ഡോക്ടർ ഓർഡർ എന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് നടപ്പിൽ വരുത്തുക. 4ാമത്തെ കാര്യം ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള 4 സ്റ്റെപ്പാണ് ഒ പിയിൽ ഉണ്ടായിരിക്കുക. ഇതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ഒന്നാമത്തെ സ്റ്റെപ്പ് പറയാം. ഒന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ. ഒ പിയിലെ ഡോക്ടറാണ് ഡോക്ടർ കൺസൾട്ടേഷനിൽ റെസ്പോൺസിബിൾ പേഴ്സൺ. ഈ ഒരു പേഷ്യന്റ് വന്നാൽ ഒ പിയിലെ ഡോക്ടറെ കൺസൾട്ടേഷൻ ലഭിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. അതിന് കോർഡിനേറ്റ് ചെയ്യേണ്ടത് റിസപ്ഷനും നഴ്സുമാണ്. റിസപ്ഷനിൽ വന്ന് അയാൾ ഒ പി രജിസ്റ്റർ ചെയ്യുന്നു, അയാളുടെ EHR എൻട്രി ചെയ്യുന്നു, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുന്നു. റിസപ്ഷൻ സ്റ്റാഫാണ് അവരുടെ ഒ പി ടിക്കറ്റ് എടുക്കുന്നത്. ഒ പി എടുത്തതിന് ശേഷം നഴ്സിന് ഇൻഫോം ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഒ പി എടുക്കുക, അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക, എന്നിട്ട് ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് അസസ്മെന്റ് ഏരിയയിലേക്ക് പറഞ്ഞേക്കുക. അവിടെ നഴ്സ് ഉണ്ടാവും. നഴ്സിനെ ഇൻഫോം ചെയ്യലും റെസ്പോൺസിബിലിറ്റി ആരതാണ്? റിസപ്ഷൻ സ്റ്റാഫിന്റെ. അല്ല പേഷ്യന്റിനെ അങ്ങോട്ട് പൊക്കോളൂ ഇങ്ങോട്ട് പൊക്കോളൂ എന്ന് പറയരുത്. ഒന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിലാർക്കും ഡൗട്ട് വേണ്ട. ഒന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ ആണ്. അതിൽ ഡോക്ടറാണ് റെസ്പോൺസിബിൾ പേഴ്സൺ. ഡോക്ടറിലെ അടുത്തേക്കാണ് നമ്മൾ ഈ പേഷ്യന്റിനെ പറഞ്ഞേക്കുന്നത്. അതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഒ പി നഴ്സും റിസപ്ഷൻ സ്റ്റാഫുമാണ്. റിസപ്ഷൻ സ്റ്റാഫ് അവർക്ക് വേണ്ട ഒ പി ടിക്കറ്റ് എടുക്കുന്നു, കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, നഴ്സസ് സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുന്നു. ആ അസസ്മെന്റ് ഏരിയയിലുള്ള നഴ്സ് അവരെ അസസ്മെന്റ് എടുത്ത് അതിന്റെ കൃത്യമായ സംഗതികൾ ഒന്ന് ഒ പി നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ക്ലിയർ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഡോക്ടേഴ്സ് ഓർഡർ. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇനീഷ്യൽ അസസ്മെന്റ്, അതായത് പ്രഷറും, അവർക്ക് പനി ഉണ്ടെങ്കിൽ പനി നോക്കി, അല്ലെങ്കിൽ അവർ മുറിവുണ്ടെങ്കിൽ ആ മുറിവ് സിസ്റ്ററെ കാണിച്ചു. അപ്പൊ അതിന് വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് കാഷ്വാലിറ്റിയിലേക്ക് പോകലാണ്. അതല്ല, ഒരു പേഷ്യന്റ് പ്രത്യേകിച്ച് വലിയ, അതായത് എമർജൻസി കേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഒ പിയിലാണ് കാണിക്കുക. ഒ പിയിൽ കാണിക്കുമ്പോൾ ആദ്യം അവരുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക, ഇനീഷ്യൽ അസസ്മെന്റ് ഏരിയയിലേക്ക് വിടുക. അവിടെ നിന്ന് അവരുടെ വെയിറ്റ്, അവരുടെ ഫീവർ ഉണ്ടെങ്കിൽ അത്, BP, ഇതെല്ലാം ചെക്ക് ചെയ്ത് ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞേക്കലുടെ റെസ്പോൺസിബിലിറ്റി ആ നഴ്സിനാണ് ഉള്ളത്. ക്ലിയർ? രണ്ടാമത്തത് ഡോക്ടേഴ്സ് ഓർഡർ ആണ്. ഡോക്ടേഴ്സ് ഓർഡേഴ്സ് എന്തൊക്കെ ഉണ്ടാവുക? ഒന്ന്, ആ പേഷ്യന്റിന് മരുന്ന് എഴുതി പറഞ്ഞേക്കാം. 2, ആ പേഷ്യന്റിനെ ലാബ് ടെസ്റ്റിന് വേണ്ടി പറഞ്ഞേക്കാം. 3, സ്കാനിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒബ്സർവേഷനിലേക്കോ പറഞ്ഞേക്കാം. ഈ 2 കാര്യങ്ങളാണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. ഒന്ന് ലാബ്, ഫാർമസി, ദെൻ ഒബ്സർവേഷൻ. അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണ്? ഡോക്ടറാണ്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് നഴ്സ് ഓർ റിസപ്ഷൻ സ്റ്റാഫ്. ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റ് കഴിഞ്ഞു, ആ നഴ്സ് അവിടെ കൂടെ ഉണ്ടാവും. ഓരോ നഴ്സുമാരും ശരിക്കും ഒരു പേഷ്യന്റിന്റെ കൂടെ കയറേണ്ടതുണ്ട്. പക്ഷെ പേഷ്യന്റ് ഫ്ലോ കൂടുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസ് ഡോക്ടേഴ്സിന് ഉണ്ടാവുകയോ ചെയ്താൽ മാത്രം നഴ്സസ് പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ മതി. വൺസ് ആ പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ സ്ലിപ്പ്, ഈ റെക്കോർഡ്സ് നേരെ ഡോക്ടർക്ക് കൊടുക്കാം.
അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് അവിടുന്ന് കാണുകയും ചെയ്യാം. ക്ലിയർ? ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു ഡോക്ടർ കൺസൾട്ടേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഡോക്ടറെ കണ്ടു, ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഡോക്ടർ അവരെ അസസ് ചെയ്യുന്നു. അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ നേഴ്സ് ആണ്, അവിടെ ഉണ്ടാവുന്ന നേഴ്സ്, ആ റിസപ്ഷനിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയയിലുള്ള നേഴ്സ്. ദെൻ ഓർഡർ എക്സിക്യൂഷൻ. ഈ പേഷ്യന്റിനോട് ഡോക്ടർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, പേഷ്യന്റിനോട് ഫാർമസിയിൽ നിന്നും മെഡിസിൻ ഒക്കെ എല്ലാം നോക്കി ഫാർമസിയിൽ നിന്ന് ഇന്ന മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, ഈ സ്ലിപ്പ് അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പ് എന്ത് ചെയ്യുക, നേഴ്സ് വാങ്ങിക്കുക, അവർക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കുക. ലാബിലേക്കാണ് പോകേണ്ടത്, പിന്നെ അല്ലെങ്കിൽ റേഡിയോളജിയിലേക്കാണ് പോകേണ്ടത്, എക്സ്റേ ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിച്ചോളൂ. എന്നിട്ട് അവരെ വെരിഫൈ ചെയ്യുക, അവരുടെ പേഷ്യന്റ് ID വെരിഫൈ ചെയ്യുക, ഓർഡർ ഷീറ്റ് ഒന്ന് നോക്കുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഒരു പേഷ്യന്റ്, നോർമലി ഇപ്പോൾ ഒരു പേഷ്യന്റ് ഫാർമസിയിൽ പോയി മെഡിസിൻ വാങ്ങിച്ച് പോകാനാണെങ്കിൽ ഇങ്ങനെയാണ് ആ പേഷ്യന്റിനെ നമ്മൾ പറഞ്ഞേക്കേണ്ടത്. അല്ല ഇതിൽ റിസപ്ഷൻ ലാബിലേക്കാണെങ്കിൽ അവരെ കൂട്ടി ലാബിലേക്ക്, എവിടെയാണോ ബ്ലഡ് കളക്ഷൻ ഏരിയ അവിടേക്ക് പറഞ്ഞേക്കുക, ഹാൻഡ് ഓവർ കൊടുക്കുക. നെക്സ്റ്റ് അവിടെ പോയി അവർക്ക് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ? ഒന്നാമത് നമ്മൾ പറഞ്ഞത്, ഒന്ന് ഡോക്ടർ കൺസൾട്ടേഷൻ, രണ്ട് ഡോക്ടേഴ്സ് ഓർഡർ ഫോളോ അപ്പ്, മൂന്നാമത്തെ ഓർഡർ എക്സിക്യൂഷൻ, ഡോക്ടർ പറഞ്ഞ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് അവർക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കഴിഞ്ഞാൽ ഇപ്പോ ഒന്ന് ലാബിലേക്കാണെങ്കിൽ പിന്നെ ലാബ് റിസൾട്ട് വരുന്നു, വീണ്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു, ദെൻ പിന്നെ മെഡിസിൻ എഴുതുന്നു, വീണ്ടും ഫാർമസിയിലേക്ക് പോകുന്നു, അവരെ ഔട്ട് ആവുന്നു. വെരിഫൈ ചെയ്യാം, പേഷ്യന്റിനല്ലേ കൃത്യം, ഈ പേഷ്യന്റിനല്ലേ എന്ന് ഉറപ്പുവരുത്തുക, അവരോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് ഫാർമസിയിലേക്ക് പറഞ്ഞയക്കുക, എവിടെയാണ് ഫാർമസി എന്ന് കാണിച്ചിട്ട്. ക്ലിയർ? നാലാമത്തെ പോയിന്റ് ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതും നഴ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. വൺസ് ഫാർമസിയിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാർമസിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ മെഡിസിൻ വാങ്ങിച്ചിട്ട് മാഡം ഇതിൽ കുറവില്ല എന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അവരെ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഗൈനക്കിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത അപ്പോയിന്റ്മെന്റ് അവരോട് പറഞ്ഞിട്ടുണ്ടാവും, 2 ആഴ്ച കഴിഞ്ഞ് കാണിക്കണം. അത് അവരോട് പറയാം, ഈ മെഡിസിൻ കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണിക്കണം. ഓർത്തോയിലാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്ത ആഴ്ച വന്ന് കാണിക്കണം. ഇപ്പൊ ജനറൽ പേഷ്യന്റ് ആണെങ്കിൽ തന്നെ ഈ മരുന്ന് കഴിക്കുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തിരിച്ച് കാണിക്കണം എന്ന് പറയാം. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാം, ഫോളോ അപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം നേഴ്സസിന്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. ആരാണോ OP ഉള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? ഇത് ഒരു OP-യിൽ 4 സെക്ഷനുകളായിട്ടാണ് അതിന്റെ വർക്ക് ഫ്ലോ ഉണ്ടാവുന്നത്. ഒന്ന് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ, ഡോക്ടേഴ്സ് ഓർഡർ എക്സിക്യൂഷൻ, ഫോളോ അപ്പ് ഇൻസ്ട്രക്ഷൻ. ഈ 4 കാര്യം ചെയ്യേണ്ടുള്ളൂ. അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നഴ്സസും റിസപ്ഷൻ സ്റ്റാഫും കൃത്യമായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഏരിയയും സ്മൂത്ത് ആയി. അതായത് ഇതുകൊണ്ട് പേഷ്യൻസിന് കംഫർട്ട് ആവും, ഡോക്ടേഴ്സിന് കംഫർട്ട് ആവും, നിങ്ങൾക്ക് തന്നെയും ആ പേഷ്യൻസ് കെയറിംഗിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയും. ഐ മീൻ നഴ്സസ് ആൻഡ് റിസപ്ഷൻ സ്റ്റാഫ്. ക്ലിയർ? ഓക്കെ, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇനി ഇത് IP ആണെങ്കിലോ, ഒരു പേഷ്യന്റ് IP ആകുന്നു, ഇൻപേഷ്യന്റ് കാര്യം വരുമ്പോൾ അവിടെ സ്റ്റെപ്പുകളുള്ള, ഒന്ന് അഡ്മിഷൻ ഓർഡർ, 2 ഡോക്ടേഴ്സ് ഡെയിലി ഓർഡേഴ്സ്, 3 എക്സിക്യൂഷൻ, 4 റിപ്പോർട്ടിംഗ് ബാക്ക് ടു ഡോക്ടർ, 5 ഡിസ്ചാർജ് പ്ലാനിങ്. ഈ 5 കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് IP ആവുമ്പോൾ ഉണ്ടാവുന്നത്. IP ആവുമ്പോൾ ഉള്ള സ്റ്റെപ്പുകൾ. ഇതിൽ റെസ്പോൺസിബിൾ പേഴ്സൺസ്, ഒന്ന് ഡോക്ടർ, കാരണം അവരാണ് ഈ പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ദെൻ നഴ്സ്. ഈ ആളുകളാണ് ഇവരുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ഉള്ളത്. ക്ലിയർ? ഇനി കോർഡിനേഷൻ. ഒന്നാമത്തെ അഡ്മിഷൻ ഓർഡറിൽ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അഡ്മിഷൻ ഓർഡർ ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ അത് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക്, നെക്സ്റ്റ് വരുന്നത് നഴ്സിംഗ് സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ജനറൽ കേസ് അഡ്മിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ OP നഴ്സ് നേരെ കാഷ്വാലിറ്റി, നമ്മുടെ ഒബ്സർവേഷൻ ഏരിയയിൽ ഇൻചാർജിനോട് പറയും ഇയാള് IP ആക്കേണ്ട ആളാണ്. ഓക്കെ, ഈ നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായ ഇൻഫർമേഷൻ പിന്നെ IP റിസപ്ഷനിലേക്ക് പോകും, IP കോർഡിനേറ്റർക്ക് പോകും. അതിനൊരു അഡ്മിഷൻ ഫോം ഉണ്ട് അവരുടെ കയ്യിൽ. അതെങ്ങനെ ഫില്ല് ചെയ്യാന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ ഫോം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ അവർക്ക്
അഡ്മിഷൻ എൻട്രി ചെയ്യുന്നുണ്ട്. അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ നഴ്സിംഗ് സ്റ്റേഷനിലെ നഴ്സും റിസപ്ഷൻ, അതായത് IP റിസപ്ഷൻ സ്റ്റാഫ്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ. അഡ്മിഷൻ ഓർഡർ ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി, ഡോക്ടറാണ് ഓർഡർ കൊടുക്കുക. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യേണ്ടത് നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള ഇൻചാർജ് നഴ്സും അതേപോലെ തന്നെ IP റിസപ്ഷനും. വൺസ് ഈ എൻട്രി റെഡി ആയി കഴിഞ്ഞാൽ അടുത്തുള്ളത് ഡോക്ടേഴ്സ് ഡെയിലി ഓർഡേഴ്സ് ആണ്. ഡോക്ടേഴ്സ് ഡെയിലി ഓർഡേഴ്സ് കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഡോക്ടർക്ക് തന്നെയാണ്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് നഴ്സിംഗ് സ്റ്റാഫാണ്. ആ സ്റ്റേഷനിലുള്ള നഴ്സിംഗ് ഡ്യൂട്ടി നഴ്സിന്റെ പണിയാണ് എന്ത്, ഈ ഡോക്ടേഴ്സ് ഓർഡേഴ്സ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. അതിന് ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ട് വേണ്ടത്, എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയും ചെയ്യരുത്, ഫോണിലൂടെ പറഞ്ഞ് അവിടെ വെക്കുക, അങ്ങനെ ചെയ്യരുത്. ഡോക്ടേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എല്ലാ സംഗതികളും ഡോക്ടേഴ്സ് ഓർഡറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. കേസ് ഫയൽ കൃത്യമായിട്ട് അവിടെ വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് അഡ്മിഷൻ, രണ്ട് ഡോക്ടേഴ്സ് ഡെയിലി ഓർഡേഴ്സ്. ഇങ്ങനെ കിട്ടുന്ന ഡോക്ടേഴ്സ് ഡെയിലി ഓർഡേഴ്സ് എക്സിക്യൂഷൻ നടത്തേണ്ടത്, അത് മെഡിക്കേഷൻ ആവാം, പ്രൊസീജിയേഴ്സ് ആവാം, മരുന്ന് കൊടുക്കലോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ ആവാം. ക്ലിയർ? അത് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഫാർമസി. ഇപ്പൊ സാധാരണ നമ്മുടെ IP പേഷ്യൻസ് എല്ലാം മെഡിസിൻ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും മെഡിസിൻ വാങ്ങിക്കും. റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസിൽ ചെയ്യാം. അവർക്ക് മെഡിസിൻ IP പേഷ്യൻസിന്റെ കൈ കൊടുക്കേണ്ടത് പേഷ്യൻസിന്റെ റൂമിൽ വെക്കേണ്ടത് അവിടെ വെക്കാം. ലാബിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നോട്ട് അനുസരിച്ച് കൃത്യമായ സമയത്ത് ലാബിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. റേഡിയോളജി അല്ലെങ്കിൽ നമ്മുടെ ലേബർ റൂം, ICU അല്ലെങ്കിൽ NICയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് അവിടുന്ന് ഈ നഴ്സസിന്റെ അണ്ടറിൽ നടത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നഴ്സാണ്, അതായത് ഡ്യൂട്ടി നഴ്സ്. ക്ലിയർ? ആ നഴ്സിംഗ് സ്റ്റേഷനിലുള്ള ഹെഡ് നഴ്സാണ് ഇക്കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അതിനു വേണ്ട ഡോക്യുമെന്റ്സുകൾ ഒന്ന് നഴ്സസ് നോട്ടാണ്. ഓരോ പേഷ്യൻസിനും ഒരു നഴ്സസ് നോട്ട് വേണം. ഡോക്ടേഴ്സ് നോട്ടിനോടനുബന്ധിച്ചുള്ള നഴ്സസ് നോട്ട് വേണം. ട്രീറ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഷീറ്റ് വേണം. ഇങ്ങനെയാണ് ഈ ഓരോ പേഷ്യന്റിനും ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തുക തന്നെ വേണം. ഈ മെഡിസിനെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫയലിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അടുത്തത് റിപ്പോർട്ട് ബാക്ക് ടു ഡോക്ടർ. ഇത് കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് IP ആയിട്ടുണ്ട്, നോർമലി കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ വരുന്നു, ഡോക്ടർ ഓർഡേഴ്സ് ഫോളോ ചെയ്യുന്നു, അവരുടെ അസുഖം ഭേദമായിക്കൊണ്ടിരിക്കുന്നു, റിക്കവർ ആവുന്നു, അവർ ഡിസ്ചാർജ് ചെയ്യുന്നു. അനദർ സിനാരിയോ, ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് കുറച്ച് സിക്കായിരുന്നു, ഓക്കെ, മെഡിസിൻ കൊടുത്തപ്പോ എന്തെങ്കിലും ഒരു മാറ്റം വന്നു, അത് നമ്മൾ ഡോക്ടറോട് ഇൻഫോം ചെയ്തു. വീണ്ടും ആ പേഷ്യന്റിന് കൂടുതൽ സിക്ക് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ അസസ്മെന്റിൽ ഡിഫറൻസ് തോന്നുകയോ ചെയ്താൽ, ഡോക്ടേഴ്സ് ഓർഡർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് തോന്നിയാൽ ഡോക്ടേഴ്സിനെ തിരിച്ച് ഫോൺ വിളിച്ച് പറയാം. അവൈലബിൾ ഡോക്ടറെ വിളിച്ച് കാണിക്കാം. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡോക്ടറാണോ അവരെ വിളിച്ച് കാണിക്കാം. അല്ല, അതിനു മാത്രം പ്രയാസമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ഡോക്ടറുടെ, അവരാരാണോ കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടറുടെ കൃത്യമായിട്ട് വിവരങ്ങൾ വാട്സാപ്പിലൂടെ പറയുകയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയും, ഡോക്ടറുള്ള ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയും ഡോക്ടർക്ക് ബൈ ഫോൺ വിളിച്ച് പറയുകയും അതിന്റെ നോട്ട് വെർബൽ ഓർ വെർബൽ റിപ്പോർട്ട് പ്ലസ് ഡോക്യുമെന്റേഷൻ നോട്ട് എഴുതി വെക്കുകയും ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റിപ്പോർട്ടിംഗ് ബാക്ക് ടു ഡോക്ടർ എന്നുള്ളത്. ആ കമ്മ്യൂണിക്കേഷനിൽ ഡോക്ടർ എന്തെങ്കിലും ഓർഡേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതും ഡോക്ടേഴ്സ് ഓർഡർ ഫോമിൽ വൃത്തിയായിട്ട് എഴുതുക. അതൊരു ഫോട്ടോ എടുത്ത് ഡോക്ടർക്ക് തന്നെ തിരിച്ചയച്ചു കൊടുക്കുക, കൺഫർമേഷൻ മേടിക്കുക. ക്ലിയർ? ദെൻ ഡിസ്ചാർജ് പ്ലാനിങ്, അതും നഴ്സസിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് അവരുടെ കയ്യിൽ അവരുടെ എല്ലാ ഫയലും ഉണ്ട്. ഒന്ന് നമ്മുടെ ബില്ലിങ്ങിലേക്ക് വേണ്ട ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുക.
അത് ഫാർമസി ബില്ല്, ലാബ് ബില്ല്, വേറെ ഡ്യൂകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടേഴ്സിനുമായി കോർഡിനേറ്റ് ചെയ്യുക. ഈ പേഷ്യന്റ് ഇങ്ങനെ തന്നെ അല്ലേ, അവർ ഡിസ്ചാർജ് സമ്മറി ഇങ്ങനെ തന്നെ അല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി അവർ എഴുതുകയാണെങ്കിൽ അങ്ങനെയല്ല, പ്രിന്റഡ് ആണെങ്കിൽ അങ്ങനെ. അത് പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് സൈൻ ചെയ്ത് ക്ലിയർ ആക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരു പേഷ്യന്റിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഇതിൽ ഓരോ ഏരിയയിലുമുള്ള ആരൊക്കെയാണ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളുടെ ഒന്ന് നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും പേഷ്യന്റിന്റെയും വെൽബീയിങ്ങിന്, കെയറിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ട് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും വേണം. ഇതിൽ എന്തെങ്കിലും അപാകതകൾ നഴ്സസ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺസ് നേരിടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻചാർജ് റിപ്പോർട്ട് ചെയ്യുക. ഇൻചാർജ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യുക. വിത്തിൻ 5 minutes ആ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് ഉറപ്പ്